കേസിൽ ഇപ്പോൾ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. പരിപാടിയുടെ മുഖ്യ സംഘാടകൻ മധുകർ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട് എല്ലാവരും. കുടഞ്ഞെടുത്ത് ചോദ്യം ചെയ്ത് സകല വിവരവും ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. മധുകർ പരിപാടിയുടെ ധനസമാഹരണം നടത്തിയിരുന്നു. ചില പാർട്ടികൾ മധുകറിനെ സമീപിച്ചതിന് തെളിവ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിനാൽ ദുരന്തത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കും അന്വേഷിക്കുന്നുണ്ടിപ്പോൾ. ഇതുവരെ ഗൂഢാലോചന എന്ന സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല. अभी इनके बैंक खाते वगैरह चेक करे जा रहे हैं और इनकी मनी ट्रेल निकाली जा रही है. उसके बाद जो भी राजनीतिक दल अपने निजी या राजनीतिक कारणों से इनसे जुड़ रहा है उनके खिलाफ कठोरतम से कठोरतम कार्रवाई की जाएगी. ദുരന്തത്തിലേക്ക് വഴിവെച്ച ബാബയെ തേടി പോലീസ് 3 സംസ്ഥാനങ്ങളിലൂടെയും ഓടിയപ്പോൾ ബാബ ഉത്തർപ്രദേശിലെ മെയിൻപുരിയിലുള്ള ആശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 3 ദിവസമായി ആശ്രമത്തിന് ചുറ്റും കനത്ത പോലീസ് വിന്യാസമുണ്ട്. അതിനിടയിലാണ് ഒളിവിലിരുന്നു കൊണ്ട് ദുരന്തം ഏറെ വേദനാജനകമെന്ന് ബാബയുടെ ആദ്യ പ്രതികരണം എത്തുന്നത്. ഒരു അനുശോചന സന്ദേശം പോലെ. ഇതോടെ ബാബയെ ചോദ്യം ചെയ്തുവെന്ന സംശയം ശക്തമാകുന്നു. ചോദ്യം ചെയ്യുമെന്ന് പോലീസ് നേരത്തെ പറഞ്ഞതാണ്. ആശ്രമത്തിന് ചുറ്റുമുള്ള സേനാവിന്യാസം അഭ്യൂഹങ്ങൾ ചൂട് പിടിപ്പിക്കുന്നുമുണ്ട്. 2 जुलाई की घटना के बाद बहुत ही व्यथित हैं एवं प्रशासन पर भरोसा बनाए रखें. हमें विश्वास है जो भी उपद्रवकारी हैं वो बख्शे नहीं जाएंगे. അതേസമയം അന്വേഷണത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിലെ അന്വേഷണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ഇപ്പോഴത്തെ അറസ്റ്റുകളെല്ലാം ഗൂഢാലോചന ഭാഗമാണെന്നും അഖിലേഷ് കുറ്റപ്പെടുത്തുന്നു. കാര്യകാരണങ്ങൾ കണ്ടെത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സമ്പൂർണ്ണ ജുഡീഷ്യൽ അന്വേഷണമാണ് അഖിലേഷിന്റെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.